30 സെന്റിമീറ്റർ വാൾ വേറെ 30 സെന്റിമീറ്റർ വാൾ ഉണ്ടാക്കുന്ന ടി ജംഗ്ഷൻസിന്റെ നമ്പർ 6 നമ്പർ ഉണ്ടാവും. അതേപോലെ 20 സെന്റിമീറ്റർ വാൾ വേറെ 30 സെന്റിമീറ്റർ വാൾ ആയിട്ട് ഉണ്ടാക്കുന്ന 5 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്. 20 സെന്റിമീറ്റർ വാൾ വേറെ 20 സെന്റിമീറ്റർ വാൾ ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എക്സ്കർഷനിലോട്ട് പോയി. അതിനകത്ത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 30 സെന്റിമീറ്റർ വാളിന്റെ താഴെയുള്ള 20 സെന്റിമീറ്റർ വാളിന്റെ താഴെയുള്ളതും രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് അടുത്ത സ്റ്റെപ്പ് ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. അത് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തത്. എങ്ങനെ 30 സെന്റിമീറ്റർ വാളിലും 20 സെന്റിമീറ്റർ വാളിൽ രണ്ടും അതിന്റെ താഴെ എടുക്കുന്ന ഓരോ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അതും സെയിം പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്ത് 30 സെന്റിമീറ്റർ വാളും 20 സെന്റിമീറ്റർ വാളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിന്റെ കീഴിലുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ് ഫൗണ്ടേഷൻ പ്ലിന്ത് കണ്ടുപിടിച്ചു. പിന്നെ ഡാം പ്രൂഫ് കോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് ഓർമ്മയില്ലേ? എന്തായിരുന്നു ചെറിയൊരു വ്യത്യാസം. എല്ലാ 30 സെന്റിമീറ്റർ വാളിന്റെ കീഴിലുള്ള എല്ലാം നമ്മൾ സാധാ പോലെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ 20 സെന്റിമീറ്റർ വാളിന് താഴെയുള്ളത് എന്ത് ചെയ്തേ? നമ്മൾ ഈ വാൾസ് എടുക്കാണ്ട് ജസ്റ്റ് ആ പില്ലറുകൾ മാത്രവും പിന്നെ ആകെയുള്ള ബാത്റൂമിന്റെ വാൾസ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഡിഡക്ഷൻസ് എടുത്തു. അപ്പൊ ഇങ്ങനെ ഡാം പ്രൂഫ് കോഴ്സും കിട്ടി. ഇന്നലെ വരെ കഴിഞ്ഞത് അതാണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ടോട്ടൽ വാല്യൂ. ടോട്ടൽ കിട്ടിയ വാല്യൂ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഡിഡക്ഷൻസ് നമ്മൾ കുറച്ചു. ഇനി നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ് സൂപ്പർ സ്ട്രക്ചർ ആണ്. ഇന്ന് നമ്മൾ നേരെ സൂപ്പർ സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അതിനുവേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ് സൂപ്പർ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെ 30 സെന്റിമീറ്റർ വാളും 20 സെന്റിമീറ്റർ വാളായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ടാബ്ലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഡാം പ്രൂഫ് കോഴ്സ് കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ് ഫൗണ്ടേഷൻ. ആദ്യം ചെയ്യേണ്ടത് വാൾസ് 30 സെന്റിമീറ്റർ വാൾസ് എ. എന്താണ് വരിക? സെന്റിമീറ്റർ വാൾസ് അത് നമ്മൾ ആദ്യം എടുത്തത്. അതിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ സൂപ്പർ സ്ട്രക്ചറിലുള്ള ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയില്ലേ? മാറ്റമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ലെങ്ത് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തുമ്പോഴത്തേക്കും നമുക്ക് വലിയ വ്യത്യാസമില്ലാണ്ട് വരും. എത്ര ഉണ്ട്? സെൻട്രൽ ലൈൻ ലെങ്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. എന്തായിരിക്കും അതിന്റെ ലെങ്ത്? നമ്പർ ലെങ്ത് ഹൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. 30 സെന്റിമീറ്റർ വാളിൽ ഒരു ലെങ്ത് എടുക്കുള്ളൂ. എന്തായിരിക്കും ആ ലെങ്ത്തിന്റെ വാല്യൂ? ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 65.9 ആയിരുന്നു 30 സെന്റിമീറ്റർ വാൾസിന്റെ സെൻട്രൽ ലൈൻ ലെങ്ത്. അതിനകത്തുനിന്ന് 6 നമ്പർ ഓഫ് ജംഗ്ഷൻസ് കുറയ്ക്കണം. 6 ഇൻറ്റു ഇത് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ ആണ് കൺസിഡർ ചെയ്യുന്നത്. 30 സെന്റിമീറ്റർ വാളാണ്. അപ്പം 6 നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു ഒരു വാളിന്റെ ഹാഫ് വിഡ്ത്ത് കുറയ്ക്കുക. എന്താ നമുക്ക് വാല്യൂ കിട്ടുക? 65.9 മൈനസ് 6 ഇൻറ്റു 0.3/2 എന്ത് കിട്ടും? 65 മീറ്റർ എന്നാണ് കിട്ടുക അല്ലേ? 65 മീറ്റർ എന്നാണ് ഇതിന്റെ ഈ 30 സെന്റിമീറ്റർ വാൾസിന്റെ ലെങ്ത് കിട്ടുക. എന്താണ് അതിന്റെ വിഡ്ത്ത്? 0.3 മീറ്റർ. അതിന്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. ഹൈറ്റ് ആണ് 4 മീറ്റർ. എന്നിട്ട് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 78 മീറ്റർ ക്യൂബ് കിട്ടും. 78 മീറ്റർ ക്യൂബ്. അതാണ് സൂപ്പർ സ്ട്രക്ചറിലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിലെ ടോട്ടൽ വോളിയം. എത്രയാണ്? 78 മീറ്റർ ക്യൂബ്.
കാണാൻ കഴിയുന്നില്ല അല്ലെ? 78 മീറ്റർ ക്യൂബ് ആണ്. അതിന് അടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 30 സെന്റിമീറ്റർ വാൾസിന്റെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എടുക്കേണ്ടത് 20 സെന്റിമീറ്റർ വാൾസ് ആണ്. 20 സെന്റിമീറ്റർ വാൾസ് എടുക്കാം. ബി എത്ര നമ്പർ ഉണ്ട്? 20 സെന്റിമീറ്റർ വാൾ. അത് ഒന്ന് തന്നെ ഉള്ളൂ. അതിന്റെ ലെങ്ത് എങ്ങനെ കിട്ടുക? ലെങ്ത് കിട്ടണമെങ്കിൽ 20 സെന്റിമീറ്റർ വാളിന്റെ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് മൈനസ് 5 നമ്പർ എന്തുമായിട്ട് ഉണ്ടാക്കുന്നത്? വേറൊരു 30 സെന്റിമീറ്റർ വാൾ ആയിട്ട് ഉണ്ടാക്കുന്നത് അതിന്റെ ഹാഫ് എടുത്ത് മൈനസ് 1 നമ്പർ വേറൊരു 20 സെന്റിമീറ്റർ വാൾ ആയിട്ട് ഉണ്ടാക്കുന്നതിന്റെ ഹാഫ്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ട ആൻസർ ഒന്ന് 27.05 മൈനസ് 5 into 0.3/2 മൈനസ് 1 into 0.2/2. ആൻസർ 26.2 മീറ്റർ ആണ് നമുക്ക് ലെങ്ത് കിട്ടുക. 26.2 കിട്ടി. അതിന്റെ വിഡ്ത്ത് എത്ര? 0.2 മീറ്റർ ആണ് വാൾസിന്റെ വിഡ്ത്ത്. ഹൈറ്റോ? ഹൈറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 20 സെന്റിമീറ്റർ വാളിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് എത്ര? 2.4 പ്ലസ് 0.65 ആണ് അല്ലെ? 2.4 പ്ലസ് 0.65 എന്ത് വരും? 3.05 വരും അല്ലെ? എന്താ 3.05 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 26.2 into 0.2 into 3.05 15.98 മീറ്റർ ക്യൂബ് ആണ് വരിക. 15.98 മീറ്റർ ക്യൂബ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മളുടെ ഡാം പ്രൂഫ് കോഴ്സ് എടുത്തപ്പോൾ നമ്മൾ ചെയ്തെന്താ? നമ്മൾ ഇവിടെ ഒന്ന് സോൾഡ് അല്ല എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമുക്ക് എളുപ്പത്തിന് നമുക്ക് എന്താ കാര്യം, ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് 20 സെന്റിമീറ്റർ വാൾസിന്റെ എല്ലാത്തിനും സെൻട്രൽ ലെങ്ത് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം സോളിഡ് ആണ്, ഇവിടെ എല്ലാം വാൾസ് ഉണ്ട് എന്ന അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സും ചെയ്തത് 2.5 സെന്റിമീറ്റർ തിക്കുള്ള ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തപ്പോൾ നമ്മൾ ആ ഇവിടെയുള്ള വാൾസ് നമ്മൾ ആദ്യമേ എടുത്തില്ല. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ആദ്യം എടുക്കും, അസ്യൂം ചെയ്യും ഇവിടെ വാൾ ഉണ്ട്, 20 സെന്റിമീറ്റർ വാൾ എല്ലായിടത്തും ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് നേരത്തെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ആകെ ഡാം പ്രൂഫ് കോഴ്സിംഗ് ആണ്, അതിന് കുറച്ച് വാല്യൂ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 4 പില്ലറുകൾ മാത്രം എടുക്കുകയും 20 സെന്റിമീറ്റർ വാൾ സെപ്പറേറ്റ് എടുക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാത്തിനും സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്ത്, കാരണം ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ അങ്ങനെ ആണ് നമ്മൾ ചെയ്തത്. 15.98 മീറ്റർ ക്യൂബ് കിട്ടി. ടോട്ടൽ എഴുതാം. ടോട്ടൽ എന്ത് വരും? 93.8 മീറ്റർ ക്യൂബ് വരും. 93.98 മീറ്റർ ക്യൂബ് വരും. 93.98 മീറ്റർ ക്യൂബ് ആണ് ടോട്ടൽ ബ്രിക്ക് വർക്കിംഗ് സൂപ്പർ സ്ട്രക്ചർ ഡിഡക്ഷൻ ഇല്ലാതെ. അതായത് എല്ലാ വാൾസിലും ബ്രിക്ക് വർക്ക് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് എടുക്കുമ്പോൾ ഉള്ള ടോട്ടൽ വാല്യൂ ആണ് 93.98 മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ അതല്ലേ? അപ്പം ഇനി നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഈ ഡിഡക്ഷൻസ് മാത്രമാണ് ഇതിനകത്ത് നോക്കാനുള്ളൂ. അതും കുറച്ച് നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. ഡിഡക്ഷൻസ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഡിഡക്ഷൻസ് ഇത് എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് വരിക? നമ്മൾ ആദ്യം 30 സെന്റിമീറ്റർ വാളെല്ലാം എടുത്തപ്പോൾ അതിനകത്ത് വരുന്ന ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? എല്ലാ ഡോറുകളും, പിന്നെ വിൻഡോസ്, പിന്നെ സെലസ്ട്രി വിൻഡോ ഉണ്ടാവും. അതാണ് ഈ CW എന്ന് പറയുന്നത്. സെലസ്ട്രി വിൻഡോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലോങ് ഷോർട്ടർ മെത്തേഡ് ചെയ്തപ്പം ഈ നമ്മളുടെ സീലിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വിൻഡോ ഓപ്പണിങ്ങിനാണ് സെലസ്ട്രി വിൻഡോ എന്ന് പറയുന്നത്. അതേപോലെ ഡോറുകൾ, വിൻഡോന്റെ ഓപ്പണിംഗ്, ഷെൽഫുകൾ, ഇതൊക്കെയാണ് ഓപ്പണിംഗ് ആയിട്ട് വരിക. പിന്നെ അതിനകത്ത് പിന്നെ ഡിഡക്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ വരാന്തയിൽ നമ്മൾ അസ്യൂം ചെയ്ത ബ്രിക്ക് വാൾ, നമ്മുടെ ബ്രിക്ക് വാൾ എല്ലാം അപ്പൊ നമ്മൾ ഡിഡക്ട് ആണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡിഡക്ഷൻസിൽ വരുന്നത്. അപ്പൊ ഡിഡക്ഷൻസ് നമുക്ക് ഓരോന്നിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ വോളിയം കണ്ടുപിടിച്ചത് ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ വോളിയം കണ്ടുപിടിച്ചെന്നുള്ള? ശിവപ്രിയ ഉണ്ട്, ശിവപ്രിയക്ക് മനസ്സിലായോ? ശിവപ്രിയ ശിവപ്രിയ ഉണ്ടോ? അതിന് കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മൾ നേരെ നമ്മൾ ഡിഡക്ഷൻസിലേക്ക് പോവാണ്. ഡിഡക്ഷൻസ് എത്രയും വേഗം തീർത്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നത്. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ലാസ്റ്റ് സ്റ്റെപ്പായി തുടങ്ങി. നമുക്ക് ഡിഡക്ഷൻസിലേക്ക് പോവാം. ഡിഡക്ഷൻസിൽ ഫസ്റ്റ് ഡിഡക്ഷൻ എന്താണ് വരിക? ഫസ്റ്റ് ഡിഡക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ ഡോർ ഓപ്പണിങ്സ് ആണ്. ഡോർ ഓപ്പണിങ്സ് ഏതൊക്കെയാണ് ഡോർ ഓപ്പണിങ്സ് വരിക? D1, D2, D3. 3 ടൈപ്പ് ഡോർ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 3 ടൈപ്പ് ഡോർ ഓപ്പണിങ്സ് ആണ് വരിക. അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എത്ര D1 ഉണ്ട്? നേരത്തെ കണ്ടുപിടിച്ച പോലെ 5 നമ്പർ D1 ഉണ്ട്. നമ്മളിത് ഡാംപർ ഓഫ് ഫോഴ്സിന്റെ ഡിറക്ഷൻസിൽ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. 5 D1 ഉണ്ട്. ഓരോന്നിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1.2 ആണ് ലെങ്ത്. അതിന്റെ വിത്ത് ഇവിടെ എത്ര എടുക്കണം? ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇതിന്റെ വിത്ത് ആയിട്ട് ഇവിടെ എത്ര ഡിറക്ഷൻസ് എന്താണ് വരുന്നത്? ബ്രിക്ക് വാളിന്റെ ഡിറക്ഷൻ ആണ്. നമ്മൾ നേരത്തെ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് എടുത്തപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ആ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഡിഡക്ഷൻ ആണ്. ആ ഡാം പ്രൂഫ് കോഴ്സിന്റെ വിത്ത് D1ന്റെ താഴെ വരുന്ന വിത്തൊക്കെ 0.4 ആയിരുന്നു. പക്ഷെ ഇവിടെ 0.3 ആണ് വരിക. അതിലെന്താണ്? നമ്മളുടെ ഇവിടുത്തെ ഡിഡക്ഷൻ എടുക്കുന്നത് 30 സെന്റിമീറ്റർ വാളിന്റെ ഡിഡക്ഷൻ ആണ് എടുക്കുന്നത്. അതിന്റെ താഴെയുള്ള പ്ലിന്ത് വാളിന്റെ ഡിഡക്ഷൻ അല്ല. കാര്യം എന്താ? പ്ലിന്ത് വാളിന്റെ ഡിഡക്ഷൻ നമ്മൾ എടുത്തത് എവിടെയാണ്? ഡാം പ്രൂഫ് കോഴ്സിന്റെ ഡിഡക്ഷൻ എടുത്ത സമയത്താണ് നമ്മൾ 0.4 യൂസ് ചെയ്തത്. ഈ 30 സെന്റിമീറ്റർ വാളിന് താഴെയൊക്കെ ഉള്ള. ഇവിടെ നമ്മൾ വാളിൽ തന്നെയാണ് ഓപ്പണിംഗ് ഉള്ളത്. അതുകൊണ്ട് 0.3 തന്നെയാണ് ഡിഡക്ഷന്റെ വിത്ത്. അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.1 മീറ്റർ ക്യൂബ് കിട്ടും. അല്ല, ഇതിന്റെ വാളിന്റെ ഹൈറ്റ് എത്ര? ഡോറിന്റെ ഹൈറ്റ് പറയും 2.1 മീറ്റർ ആണ് പറയുന്നത്. 2.1 മീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 into 1.2 into 0.3 into 2.1. 3.78 മീറ്റർ ക്യൂബ് കിട്ടും. 3.78 മീറ്റർ ക്യൂബ് ആണ് D1ലെ ഓപ്പണിംഗ്. എത്ര D1 ഓപ്പണിംഗ് വരുന്നുണ്ട് അതിന്റെ ഡിറക്ഷന്റെ വോളിയം. അതേപോലെ D2 എത്ര എണ്ണം വരുന്നുണ്ട്? 3 D2 വരുന്നുണ്ട്. 3 നമ്പർ D2 വരുന്നുണ്ട്. അതിന്റെ സൈസ് പറയുന്നത് ക്വസ്റ്റ്യനിൽ 1 മീറ്റർ ബൈ 2 മീറ്റർ ആണ്. അതായത് അതിന്റെ ഹൈറ്റ് 2 മീറ്ററും അതിന്റെ ഔട്ട്ഡോറിന്റെ ഓപ്പണിംഗിന്റെ വിഡ്ത്ത് 1 മീറ്റർ ആണ്. ഡിറക്ഷന്റെ തിക്നെസ് ബ്രെഡ്ത്ത് എടുക്കേണ്ടത് 0.3 മീറ്റർ ആണ്. 0.3 മീറ്റർ എടുത്തു. പിന്നെ മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 3 into 1 into 0.2 into 2. 1.2 മീറ്റർ ക്യൂബ് ആണ്. അതേപോലെ നെക്സ്റ്റ് ഓപ്പണിംഗ് D3. D3 എത്ര നമ്പർ ഉണ്ടോ? ഒരു നമ്പർ ഉള്ളൂ. എന്താണ് എത്ര സൈസ് എത്ര? D1 D3യുടെ D3 എവിടെ വരുന്നത്? D3 വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് D3 വരുന്നത് ബാത്റൂമിന്റെ ഓപ്പണിംഗ് ആണ്. ബാത്റൂം 20 സെന്റിമീറ്റർ വാളാണ്. അതും ഹൈറ്റ് വരുന്നത് 1.2 മീറ്റർ ഹൈറ്റിലാണ് വരുന്നത്. അല്ല, 1.8 മീറ്റർ അല്ല 1.8 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. 0.2 ആണ്. കാര്യം അത് 20 സെന്റിമീറ്റർ മുകളിലാണ് D3 ഓപ്പണിംഗ് ഉള്ളത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 into 0.75 into 0.2 into 1.8. .27 മീറ്റർ ക്യൂബ് വരും അല്ലെ? ഈ സെയിം വാല്യൂ ആണ് എല്ലാവർക്കും കിട്ടിയെന്ന് നോക്കുക. നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്ത് പോകാൻ ഈ സെയിം വാല്യൂ ആണ് കിട്ടിയെന്ന് പറയാം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എല്ലാവർക്കും സെയിം വാല്യൂ ആണ് കിട്ടിയത്
ഇത്രയും വിചാരിക്കുന്നു. ആർക്കും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ. ആർക്കും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സെയിം വാല്യൂ അല്ല ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ നമുക്ക് അതാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പോവാം. നെക്സ്റ്റ് ഡിറക്ഷൻ എന്താണ് വരുന്നത്? വിൻഡോ ഡിറക്ഷൻസ് ആണ്. വിൻഡോസ് ആണ് ഡിറക്ഷൻ, വിൻഡോ ഓപ്പണിങ്സ്. അതായത് W1, W2, W3 3 ടൈപ്പ് വിൻഡോസ് ആണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. എത്ര W1 ഉണ്ട്? നമ്മൾ എണ്ണി നോക്കിയപ്പോൾ 11 W1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന സൈസ് 100/150 ആണ്. അതായത് 1 മീറ്റർ ബൈ 1.5 മീറ്റർ. 1 മീറ്റർ അതിന്റെ വിൻഡോന്റെ ലെങ്ത്തും ഹൈറ്റ് 1.5 മീറ്ററും. എന്താണ് ഓപ്പണിംഗ് സൈസ് വരിക? 0.3 ആണ്. അതിൽ 30 സെന്റിമീറ്റർ വള്ളമായതുകൊണ്ട് 0.3 ആണ് ഓപ്പണിംഗ് സൈസ് വരിക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. 11 × 1 × 0.3 × 1.5. ആൻസർ 4.95 മീറ്റർ ക്യൂബ് വരും അല്ലെ. അതേപോലെ W2, എത്ര W2 ഉണ്ട്? ഒറ്റ W2 നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത്. അവിടെയാണ് W2 വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡ്രോയിങ് റൂം ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടിയ വിൻഡോ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ സൈസ് പറയുന്നത് 2 മീറ്റർ ബൈ 1.5 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 2 മീറ്റർ ബൈ 1.5 ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. W2 എഴുതുക. W2 ലെങ്ത് 2 മീറ്റർ, ഹൈറ്റ് 1.5 മീറ്റർ. ഏത് വാളിലാണുള്ളത്? 30 സെന്റിമീറ്റർ വാളിൽ. അപ്പോൾ ഡിറക്ഷൻ 30.3 ആണ് വരിക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 2 × 0.3 × 1.5, 4.9 മീറ്റർ ക്യൂബ് വരും. അടുത്ത W3 ആണ് വരിക. എത്ര W3 ഉണ്ട്? 2 നമ്പർ ഉണ്ട്. W3 എവിടേക്കാണുള്ളത്? W3 ബാത്റൂമിലാണ് കൊടുത്തിരിക്കുന്നത്. W3 ഉണ്ട്. W3 കളുണ്ടോ? W3 ബാത്റൂമിന്റെ വാളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ ലെങ്ത് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് W3യുടെ 0.75 മീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് 1.2 മീറ്റർ ആണ്. വിഡ്ത് 0.2 മീറ്റർ ആണ്. 2 × 0.75 × 0.2 × 1.3, 0.36 മീറ്റർ ക്യൂബ് വരും വിൻഡോ W3ന്റെ ഓപ്പണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നു. കാര്യം നമുക്ക് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഈ സെൻട്രൽ മെത്തേഡ് അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിൻഡോസിന്റെ ഓപ്പണിംഗ് എടുത്തു കഴിഞ്ഞു. അടുത്ത സെലസ്ട്രി വിൻഡോ ആണ്. സെലസ്ട്രി വിൻഡോ CW. സെലസ്ട്രി വിൻഡോ എവിടെയൊക്കെ ഉള്ളത്? എല്ലാ വിൻഡോസിന്റെ മുകളിൽ ഒരു കൊടുത്തിട്ടുണ്ട്. ഈ W3 ശ്രദ്ധിച്ചൊക്കെയാണ് കേട്ടോ. W2ന്റെ മുകളിലും W1ന്റെ മുകളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെലസ്ട്രി വിൻഡോ. നോർമലി എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് അറിയാലോ. ഈ നമ്മുടെ എയർ ഹോൾ ഓപ്പണിംഗ് തന്നെയാണ് ഈ സെലസ്ട്രി വിൻഡോ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെറിയ ബിൽഡിങ്ങിലൊക്കെ എന്ത് ചെയ്യും? എയർ ഹോളിന്റെ ഓപ്പണിംഗിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. പക്ഷെ ഇവിടെ സെലസ്ട്രി വിൻഡോന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത്, ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 75 സെന്റിമീറ്ററും ഹൈറ്റ് പറഞ്ഞത് 60 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു സെലസ്ട്രി ഓപ്പണിംഗ് ആണ്. സാധാരണ ചെറിയ എയർ ഹോൾ ഒക്കെ ആയിരിക്കും എടുക്കുക. പക്ഷെ ഇവിടെ വലിയ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ് റൂം ഒക്കെ അല്ലേ കോളേജിൽ, അതിന്റെ മുകളിലൊക്കെ അത്യാവശ്യം വലിയ സെലസ്ട്രി ഓപ്പണിംഗ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ വിൻഡോന്റെ മുകളിൽ സീലിങ്ങിനോട് ചേർന്ന് ഓപ്പണിംഗ് ഇല്ലേ, അതിനാണ് സെലസ്ട്രി ഓപ്പണിംഗ് എന്ന് പറയുന്നത്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 18 നമ്പേഴ്സ് ഉണ്ട് സെലസ്ട്രി ഓപ്പണിംഗ്. എന്താണ് സൈസ് പറഞ്ഞിരിക്കുന്നത്? 75 സെന്റിമീറ്റർ ലെങ്ത്തും 60 സെന്റിമീറ്റർ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വാളിലാണ് ഉള്ളത്? എല്ലാം 30 സെന്റിമീറ്റർ വാളിലാണുള്ളത്. 20 സെന്റിമീറ്റർ വാളിന്റെ മുകളിലൊന്നുമില്ല. 20 സെന്റിമീറ്റർ വാളിൽ നമ്മൾ സെലസ്ട്രി ഓപ്പണിംഗ് കൊടുത്തിട്ട്, അതായത് ബാത്റൂമിന്റെ വാളായതുകൊണ്ടായിരിക്കണം, ഹൈറ്റും കുറവുള്ളതുകൊണ്ടായിരിക്കണം. അപ്പം 0.3 ആണ് അതിന്റെ തിക്നെസ്, ബ്രെഡ്ത്ത് കുറയ്ക്കേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18 × 0.75 × 0.3 × 0.6, 2.43 മീറ്റർ ക്യൂബ് ആണ് നമ്മൾ സെലസ്ട്രിന്റെ ഓപ്പണിംഗിന്റെ ഡിഡക്ഷൻ വരുന്നത്. അടുത്ത എന്താണ്? ഷെൽഫാണ്. ഷെൽഫിന്റെ ഓപ്പണിംഗ്. എത്ര ഷെൽഫ്സ് ഉണ്ട്? എല്ലാ ഷെൽഫ്സും നമ്മുടെ ഭാഗ്യത്തിന് എല്ലാ ഷെൽഫും ഒറ്റ ഷെൽഫേ പറയുന്നത്. എല്ലാം സെയിം ഹൈറ്റ് തന്നെയാണ്, എല്ലാം സെയിം സൈസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഷെൽഫിന്റെ ഓപ്പണിംഗ് കുറയ്ക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ട് ഷെൽഫ്? 5 നമ്പേഴ്സ് ആണ് അല്ലെ. 1, 2,
2 3 4 5 1 2 3 4 5 അങ്ങനെ 5 ഷെൽഫുകളാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെയാ 1 2 3 4 5 ഷെൽഫുകളുണ്ട് പറഞ്ഞിരിക്കുന്നത്. സൈസ് എല്ലാം സെയിം ആണ്. 5 നമ്പേഴ്സ്. അതിന്റെ സൈസ് ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നത് 1 മീറ്റർ ലെങ്ത്തും 1.5 മീറ്റർ ഹൈറ്റും ആണ് പറഞ്ഞിരിക്കുന്നത് ഷെൽഫിന്. അതേപോലെ ഏത് വാൾസാണ്, എല്ലാം 30 സെന്റിമീറ്റർ വാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ, 30 സെന്റിമീറ്റർ വാളാണ് കൊടുത്തിരിക്കുന്നത്, ശരിയാണ്. പക്ഷെ അതിന്റെ ഫുൾ സൈസ് 30 സെന്റിമീറ്ററിൽ കൊടുത്തിട്ടില്ല. അവിടെ ചെറിയൊരു ഒരു 30 സെന്റിമീറ്റർ വാളിന്റെ കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ടുണ്ട്. അവര് ശരിക്കും 20 സെന്റിമീറ്റർ ആണ് അല്ലെ. അതായത് ഫുൾ വാളിന്റെ ബ്രെഡ്ത്തിൽ അവർ ഷെൽഫ് കൊടുത്തിട്ടില്ല. 20 സെന്റിമീറ്റർ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ 20 സെന്റിമീറ്റർ ആണ് കുറയ്ക്കേണ്ടത്. 20 സെന്റിമീറ്റർ കുറച്ചു. 5 ഇൻറ്റു 1 ഇൻറ്റു 0.2 ഇൻറ്റു 0.5. എന്ത് കിട്ടും? 5 ഇൻറ്റു 1 ഇൻറ്റു 0.2 ഇൻറ്റു 1.5. 1.5 മീറ്റർ ക്യൂബ് ആണ് ആൻസർ. 1.5 മീറ്റർ ക്യൂബ് ആണ് ഷെൽഫിന്റെ ഒക്കെ ഓപ്പണിംഗിന്റെ ഡിഡക്ഷൻ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഷെൽഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തതിന്റെ നേരെ നമ്മൾ നേരത്തെ എടുത്തില്ലേ, അസ്യൂം ചെയ്തല്ലേ. അതായത് സൂപ്പർ സ്ട്രക്ചറിലുള്ള ബ്രിക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് ഈ ഇവിടെയൊക്കെ വാൾ ഉണ്ടെന്നാണ്. പക്ഷെ അവിടെ വാളില്ല. നമ്മളപ്പോൾ ടോട്ടൽ ലെങ്ത് നമ്മുടെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഡിഡക്ട് ചെയ്യണം. ഈ വാൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഡിഡക്ഷൻ ആണ് നെക്സ്റ്റ് എഴുതേണ്ടത്. എന്താണ്? ഫ്രണ്ട് വരാന്ത ഓപ്പണിംഗ്. വരാന്ത ഓപ്പണിംഗിൽ നമുക്ക് മൊത്തം സൈസ് ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യും? ഫ്രണ്ട് വരാന്തയുടെ ടോട്ടൽ ലെങ്ത് നമുക്ക് അറിയാലോ, സെൻട്രൽ ലൈൻ ലെങ്ത്. അത് നമ്മൾ പണ്ട് കണ്ടുപിടിച്ചിട്ടായില്ല, 9.6 മീറ്റർ സെൻട്രൽ ലെങ്ത്. അതിനകത്തുനിന്ന് നടുവിലെ വാല്യൂ കിട്ടും, 9.6 മീറ്റർ കിട്ടും. എങ്ങനെ കിട്ടും? 5 + 4 + 0.3 9.3 ആയി. പിന്നെ ഇവിടെ 0.15 0.15. ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുക? ഈ എത്ര കോളംസ് ഉണ്ട് ആ കോളംസിന്റെ ലെങ്ത് മാത്രം കുറച്ചാൽ നമുക്ക് ഈ നടുവിൽ ഡിഡക്ട് ചെയ്യേണ്ട ലെങ്ത് നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ ലെങ്ത്, ഫ്രണ്ട് വരാന്തയുടെ ടോട്ടൽ ലെങ്ത് ഒരെണ്ണേ ഉള്ളൂ. ഫ്രണ്ട് വരാന്തയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.6 മൈനസ് 3 പില്ലറുകളുണ്ട് ഫ്രണ്ട് വരാന്തയിൽ. എല്ലാത്തിനും 0.4 ആണ് ലെങ്ത്. ഇത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 9.6 മൈനസ് 1.2 8.4 മീറ്റർ എന്ന് കിട്ടും. 8.4 മീറ്റർ കിട്ടി. 8.4 മീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത് എന്താ വരുന്നത്? 0.2 ആണ്. ആ പില്ലറിന്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് 0.4/0.2 ആണ്. അതുകൊണ്ട് ബ്രെഡ്ത്ത് 0.2. ഹൈറ്റോ? ഹൈറ്റ് പറയുന്നത് എന്താണ്? പില്ലർ അവിടെ ഓപ്പണിങ്ങിന്റെ ഹൈറ്റ് ശരിക്കും പറയുന്നത് 2.4 മീറ്റർ ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഓപ്പണിങ്ങിന്. മനസ്സിലായോ? മുകളിലേക്ക് ലിൻഡൽ ഉണ്ടാവും. ആ ലിൻഡലിന്റെ മുകളിൽ ബ്രിക്ക് കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ട എന്താണ്? 2.4 മീറ്റർ മാത്രമേ അവിടെ ഓപ്പണിംഗ് ഉള്ളൂ എന്നാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് 2.4 മീറ്റർ. ഓക്കെ, എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 8.4/0.2 ഇൻറ്റു 2.4 4.03 മീറ്റർ ക്യൂബ് ആണ് ഫ്രണ്ട് വരാന്ത ഓപ്പണിംഗിന്റെ ഡിഡക്ഷൻ. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്ന് ചോദിച്ചോ? ഫ്രണ്ട് വരാന്ത ഓപ്പണിംഗിന്റെ ഡിഡക്ഷൻ എങ്ങനെ എടുത്തതെന്ന് ആർക്കെങ്കിലും മനസ്സിലാവാത്ത ആരെങ്കിലും ചോദിച്ചോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ട് ചോദിച്ചോ? ആരും റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സർ. അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വരാന്തന്റെ ഓപ്പണിംഗ്. ബാക്ക് വരാന്തയുടെ സെയിം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അവിടെ ഒരു സോളിഡ് വാൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ബ്രിക്ക് വർക്കിന്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷെ അവിടെ ഓപ്പണിംഗ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഈ ഇത്രയും ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യണം. സെയിം പ്രൊസീജിയർ യൂസ് ചെയ്താൽ മതി. ഒരു ലെങ്ത് ഉണ്ട്,
ബാക്ക് വരാന്തന്റെ ടോട്ടൽ ഓപ്പണിംഗ് എന്താ വരിക? ബാക്ക് വരാന്തന്റെ 9.6 തന്നെ കുറച്ചാൽ മതി. 9.6 മൈനസ് ഈ ഇവിടെയുള്ള ബ്രിക്ക് വാൾ നമ്മൾ കുറയ്ക്കുന്നില്ല, ഓൾറെഡി ഉണ്ടല്ലോ. എന്നിട്ട് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 + 0.2 ഇവിടെ 0.2 ഇവിടെ, അപ്പോൾ 2.4. 9.6 മൈനസ് 2.4 മൈനസ് ഒറ്റ പില്ലർ മാത്രമേ ഉള്ളൂ, അതിന്റെ സൈസ് 0.4/0.2 മൈനസ് 0.4 അല്ലെ. അതായത് മനസ്സിലായില്ലേ ബാക്ക് വരാന്തൽ എങ്ങനെയാണ്? ഇത് ബാത്റൂമിന്റെ ബാക്കിലെ പില്ലറാണ്, അത് ബ്രിക്ക് വാളാണ്, അത് നമ്മൾ കുറയ്ക്കുന്നില്ല. ഇത് ഒരു പില്ലർ മാത്രം ബാക്ക് വരാന്തയിൽ. അതായത് 9.6 മൈനസ് ഈ പില്ലറിന്റെ വാല്യൂ നമ്മൾ കുറയ്ക്കണ്ട, ഇതിന്റെ കുറയ്ക്കണ്ട, ബാക്കി നമ്മൾ ഫുൾ കുറച്ചു. ബാക്കി സെയിം പോലെ തന്നെ. എന്ത് കിട്ടും ആൻസർ? 9.6 മൈനസ് 2.8 എന്താ വരിക? 6.8 മീറ്റർ വരും. 6.8 മീറ്റർ വിത്ത് എത്ര? 0.2. ബാക്ക് വരാന്റെ ഫ്രണ്ട് വരാന്റെ 0.2 ആണ്. ഹൈറ്റ് സെയിം പോലെ 2.4 തന്നെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.8/0.2 ഇൻറ്റു 2.4 3.26 മീറ്റർ ക്യൂബ് വരും. അതാണ് ബാക്ക് വരാന്തയുടെ ഓപ്പണിംഗ്. ഈ ബാക്ക് വരാന്തയുടെ ഓപ്പണിംഗ് കഴിഞ്ഞു. ഫ്രണ്ട് വരാന്തയുടെ ബാക്ക് വരാന്തയുടെ ഓപ്പണിംഗ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ലിൻഡൽസ് ഉണ്ട്. അതായത് എവിടെയൊക്കെ ലിൻഡൽ ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ചൊക്കെ മനസ്സിലാവും. ലിൻഡൽ ഓവർ ഡോർസ്, വിൻഡോസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ മെൻഷൻ ചെയ്തിട്ട് 15 സെന്റിമീറ്റർ RCC ലിൻഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഡോറിന്റെയും വിൻഡോസിന്റെ എല്ലാത്തിന്റെയും മുകളിലുണ്ടെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്വസ്റ്റിനിൽ ഇപ്പോൾ RC റീഇൻഫോഴ്സ് കോൺക്രീറ്റിന്റെ വോളിയം കമ്പ്യൂട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ലാബിന്റെ കൂടെ ഈ ലിൻഡലിന്റെ കാര്യം കൂടി നിങ്ങൾ എടുക്കണം. ലിൻഡൽ ഉണ്ടാവും എല്ലാ വാൾസിന്റെ വിൻഡോസിന്റെ മുകളിൽ. ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ബ്രിക്ക് വാളിന്റെ മുകളിൽ കൂടെ ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ വിൻഡോസിന്റെ ഡോർസിന്റെ മുകളിൽ മാത്രമേ, അല്ലെങ്കിൽ ഓപ്പണിങ്സിന്റെ മുകളിൽ മാത്രമേ വരുള്ളൂ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വിൻഡോസ് ഓവർ വിൻഡോസ് ഡോർ എക്സെട്ര. അപ്പൊ സെയിം പോലെ തന്നെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ലിൻഡലിന്റെ വിൻഡോസിന്റെ ഡോറിന്റെ മുകളിലുള്ള വാല്യൂ, അത് ലിൻഡൽസ്, അതാണ് ലിൻഡൽസ്. ആദ്യത്തെ ഓവർ ഡോർസ്, എല്ലാ ഡോറുകളുടെ മുകളിലുണ്ട്. ഡോറുകൾ എത്ര ഉണ്ട്? D1, D2, D3. വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് അതിന്റെ ലിൻഡലിന്റെ ലെങ്ത് മാത്രം കണ്ടുപിടിക്കാൻ മാത്രമേ മാറ്റുള്ളൂ. ലെങ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഡോറിന്റെ സൈസിൽ മാത്രമല്ല കൊടുക്കുക, കുറച്ചൊരു സൈഡിലെ ബ്രിക്ക് വാളിലോട്ട് കയറി നിൽക്കും. അതാണ് അതൊരു പറഞ്ഞിരിക്കുന്നത്. 15 സെന്റിമീറ്റർ ഒക്കെ കയറി നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 30 സെന്റിമീറ്റർ വാളാണെങ്കിൽ ഒരു 15 സെന്റിമീറ്റർ കയറി നിൽക്കും. ഒരു 20 സെന്റിമീറ്റർ വാളാണെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ കയറി നിൽക്കും. എങ്ങോട്ട് കയറിക്കും മനസ്സിലായോ? ഈ ഡോറിന്റെ വിത്തിനേക്കാളും മുകളിൽ. മനസ്സിലായി? അതൊരു സൈഡിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലെങ്ത് എന്താ കിട്ടുക? 1.2 + 30 സെന്റിമീറ്റർ വാളാണ്. അപ്പൊ രണ്ട് സൈഡിലും 15 സെന്റിമീറ്റർ വെച്ച് കയറി നിൽക്കുന്നുണ്ട്. 0.3 എടുക്കാം ലെങ്ത്. എന്ത് കിട്ടും? എത്ര D1 ഉണ്ട്? 5 D1 മുകളിലുണ്ട്. 5 D1. ടോട്ടൽ ലെങ്ത് വരുന്നത് 1.5 മീറ്റർ വരും. 1.5. അതിന്റെ ഡെപ്ത് എന്താണ് വരിക? അല്ല, ബ്രെഡ്ത്ത് എന്താ വരിക? 0.3 തന്നെ. തിക്നെസ് 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 5 × 1.5 × 0.3 × 0.15 0.34 മീറ്റർ ക്യൂബ്. അതാണ് D1 മുകളിലുള്ള ലിൻഡലിന്റെ വാല്യൂ. ഞാൻ ഇന്നൊരു 1:30 വരെ ക്ലാസ് എടുക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് തീർക്കാലോ. കുറച്ചും കൂടെ ഉള്ളൂ, ഈ ഒരു പേജും കൂടെ ഉണ്ടാവുള്ളൂ. അതുപോലെ D2 എന്ന് പറയുന്നത് എന്താണ്? എത്ര D2 ഉണ്ട്? 3 D2. ഓരോന്നിന്റെ ലെങ്ത് എത്രയാണ്? D2ന്റെ ലെങ്ത് വരുന്നത് 1 മീറ്റർ ആണ്. ഇതും എല്ലാം 30 സെന്റിമീറ്റർ വാളാണ്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ഇതിന്റെ ലെങ്ത്, ഈ ഡോറിന്റെ ലെങ്ത് പ്ലസ് രണ്ട് സൈഡിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു 0.15 രണ്ട് സൈഡിൽ കൊടുക്കുക. 0.3 ടോട്ടൽ ലെങ്ത് 1.3 കിട്ടും. 0.3 മീറ്റർ ആണ് വാളിന്റെ വിത്ത്. ലിൻഡലിന്റെ വിത്ത് സെയിം ആയിരിക്കും, വാളിന്റെ സെയിം വിത്ത് തന്നെയായിരിക്കും. തിക്നെസ് 0.15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.18 മീറ്റർ കിട്ടുന്നത്. ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത് നോക്കാം. അതുപോലെ D3 ഒരെണ്ണേ ഉള്ളൂ. അതേപോലെയാണ് ബാത്റൂമിന്റെ ഡോറാണ്.
അപ്പോൾ അതിന്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 0.75 ആണ്. അപ്പോൾ ബാത്റൂമിന്റെ ഡോറ് എവിടെ ആയതുകൊണ്ട് 20 സെന്റിമീറ്റർ വാളിലായതുകൊണ്ട് രണ്ട് സൈഡിലേക്ക് 10 സെന്റിമീറ്റർ വെച്ച് കൊടുത്താൽ മതി. 10 സെന്റിമീറ്റർ വെച്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പം ടോട്ടൽ 0.1 പ്ലസ് 0.2 വരും. അതായത് 10 സെന്റിമീറ്റർ കൊടുക്കുമ്പോൾ 0.2 വരും. അപ്പോൾ ടോട്ടൽ ലെങ്ത് 0.95 വരും. 20 സെന്റിമീറ്റർ വാളാണ്. തിക്നെസ് 50 സെന്റിമീറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.95 to 0.2 into 0.95. 0.95 into 0.2 into 0.15. 0.03 മീറ്റർ ക്യൂബ് വരും. 103 മീറ്റർ ക്യൂബ് ആണ് വാല്യൂ വരിക. അപ്പൊ നമ്മൾ ഡോറിന്റെ മുകളിലുള്ള ലിൻഡൽസിന്റെ ബോളി എല്ലാം കണ്ടുപിടിച്ചു. അടുത്തത് വിൻഡോസിന്റെ മുകളിൽ. വിൻഡോസ് സെയിം പോലെ തന്നെ W1, W2, W3. അപ്പം W1 എത്ര ഉണ്ട്? 11 ഉണ്ട്. W1ന്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ ആണ്. അപ്പം ഇത് 30 സെന്റിമീറ്റർ വാളായതുകൊണ്ട് തന്നെ നമ്മൾ 1 പ്ലസ് ഒരു 0.15 പ്ലസ് 0.15 രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1.3 വരും. ലെങ്ത് 1.3 കിട്ടി. ബ്രെഡ്ത്ത് 0.3, ഹൈറ്റ് 0.15. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 into 1.3 into 0.3 into 0.15. 0.64 മീറ്റർ ക്യൂബ് കിട്ടും. 0.64 മീറ്റർ ക്യൂബ് കിട്ടി. പിന്നെ അതുപോലെ W2 എത്ര ഉണ്ട്? ഒരെണ്ണമാണ് W2 ഉള്ളത്. അത് ഫ്രണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 2 മീറ്റർ ആണ്. 30 സെന്റിമീറ്റർ വാൾ തന്നെയാണ്. അപ്പൊ നമ്മളൊരു 0.15 രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാം. 2.3 കിട്ടും. 2.3 ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 30 സെന്റിമീറ്റർ വാളാണ്. അപ്പം 30 സെന്റിമീറ്ററിനായിരിക്കും ഈ ലിൻഡലിന്റെ ബ്രെഡ്ത്ത്. ഡെപ്ത് 15 സെന്റിമീറ്റർ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. ആൻസർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.3 മൾട്ടിപ്ലൈ ബൈ 0.3 into 0.15 എന്ത് കിട്ടും? 0.103 മീറ്റർ ക്യൂബ്. എല്ലാം ചെറിയ ചെറിയ വാല്യൂസ് ആണ്. പക്ഷെ എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു അത്യാവശ്യം ഒരു 1 മീറ്റർ ക്യൂബിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്പണിങ്സ് ഒന്നും സ്കിപ്പ് ചെയ്ത് W3 രണ്ടെണ്ണം ഉണ്ട്. അതായത് ബാത്റൂമിന്റെ രണ്ട് വാൾസിൽ. അതിന്റെ ലെങ്ത് പറയുന്നത് 1.75 സെന്റിമീറ്റർ. 0.75. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡോറിൽ ചെയ്ത പോലെ 20 സെന്റിമീറ്റർ വാളിലായതുകൊണ്ട് തന്നെ നമ്മൾ 0.1 മീറ്റർ, അതായത് 10 സെന്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് 0.95 കിട്ടും അല്ലെ? 0.95 കിട്ടി. വിത്ത് അതായത് എന്താണ് ഏത് വിട്ടിൽ കൊടുത്തത്? 20 സെന്റിമീറ്റർ വാളിന്റെ മുകളിലായതുകൊണ്ട് തന്നെ 0.2 മീറ്ററിലാണ് ലിൻഡലിന്റെ വിട്ട് കൊടുക്കുക. തിക്നെസ് 0.15. ആൻസർ വരുന്നത് 0.057 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്റെ ചോദ്യം? അപ്പൊ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ഡോറിന്റെ വിൻഡോസിന്റെ മുകളിലുള്ള ലിൻഡൽ. അത് നമ്മളുടെ ടോട്ടൽ സൂപ്പർ സ്ട്രക്ചർ എന്ന് ആ ലിൻഡലിന്റെ വോളിയം നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഡോറിന്റെ വിൻഡോന്റെ മുകളിലുള്ള. പിന്നെ വിൻഡോ വരുന്ന ലിൻഡൽ വരുന്ന എവിടെയാണ്? ഷെൽഫിന്റെ മുകളിൽ വരുന്നുണ്ട്. അവർ ഷെൽഫ് എത്ര ഉണ്ട്? 5 ഷെൽഫ് ഉണ്ട് അല്ലെ? ഷെൽഫിന്റെ സൈസ് പറഞ്ഞത് 1 മീറ്റർ തന്നെയാണ്. 30 സെന്റിമീറ്ററിന്റെ മുകളിലാണ് ഷെൽഫ് വരുന്നത്. അപ്പോൾ 1 പ്ലസ് 0.3 അവിടെ 50 സെന്റിമീറ്ററിന്റെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. 1.3 വരും. ആ ഷെൽഫിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്ന ലിൻഡലിന്റെ ലെങ്ത്. ബ്രെഡ്ത്ത് 0.30 സെന്റിമീറ്റർ വാളാണ്. തിക്നെസ് 15 സെന്റിമീറ്റർ. വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടുന്നത് 0.293 മീറ്റർ ക്യൂബ് ആണ്. ഷെൽഫ്. അടുത്തത് സെലസ്ട്രി വിൻഡോന്റെ മുകളിൽ. ഓവർ സെലസ്ട്രി വിൻഡോ ആണ്. എല്ലാം ഓവറാണ് അല്ല, അതായത് എല്ലാ അതിന്റെ മുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുകളിലാണ് വരുന്നത്. എത്ര സെലസ്ട്രി വിൻഡോസ് ഉണ്ട്? 18 സെലസ്ട്രി വിൻഡോസ് ഉണ്ട്. അതിന്റെ മുകളിൽ ചെറുതായിട്ടൊരു ലിൻഡൽ പോലെ ഒരു പ്ലേസ് ചെയ്യുന്നുണ്ട്. സെലസ്ട്രി വിൻഡോന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല, എനിക്ക് തോന്നുന്നില്ല സെലസ്ട്രി വിൻഡോന്റെ മുകളിൽ ഒരു പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന്. കാര്യം അത് നേരെ സെലസ്ട്രി വിൻഡോ എനിക്ക് തോന്നുന്നു നേരെ വരുന്നത് സീലിംഗിന്റെ തൊട്ട് താഴെയാണ്. അപ്പൊ സെലസ്ട്രി വിൻഡോന്റെ മുകളിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേകം പറയാൻ ഡോർ ആൻഡ് വിൻഡോസ് മാത്രമേ ഉള്ളൂ.
സെലസ്റ്റ് വിൻഡോന്റെ മുകളിൽ ലിങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, അത് റൂഫ് സ്ലാബിന്റെ തൊട്ട് താഴെ വരുന്നു. അപ്പൊ ഓൾറെഡി അവിടെ ഒരു കോൺക്രീറ്റിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഓപ്പണിങ്ങിന്റെ മുകളിൽ. അപ്പൊ അതുകൊണ്ട് സെലസ്റ്റ് വിൻഡോന്റെ മുകളിൽ ഓപ്പണിംഗ് എടുക്കും, നമ്മൾ ലിൻഡലിന്റെ ഡിറക്ഷൻ എടുക്കുന്നില്ല, ലിൻഡൽ ഇല്ല, അതാണ് കാര്യം. അപ്പൊ ഈ ലിൻഡലിന്റെ ഡിറക്ഷൻസ് മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ ഡിറക്ഷൻസ് എടുത്തത് എന്തൊക്കെയാണ്? സൂപ്പർ സ്ട്രക്ചറിൽ ഡോറിന്റെ ഓപ്പണിങ്, വിൻഡോന്റെ ഓപ്പണിങ്, സെലസ്റ്റ് വിൻഡോ ഓപ്പണിങ്, ഷെൽഫ്, ഫ്രണ്ട് വരാന്ത ഓപ്പണിങ്, ബാക്ക് വരാന്ത ഓപ്പണിങ്, പിന്നെ ലിൻഡലിൽ എല്ലാ ലിൻഡലിന്റെ വാല്യൂ നമ്മൾ സൂപ്പർ സ്ട്രക്ചറിന് കുറച്ചു. ലിൻഡൽ എവിടെയൊക്കെ വരുന്നത്? ഡോറ്, വിൻഡോസ്, ഷെൽഫ്, അതിന്റെ മുകളിലൊക്കെയാണ് ലിൻഡൽ വരുന്നത്. അതിന്റെ ഒക്കെ വാല്യൂ നമ്മൾ കുറച്ചു. ഇത് മനസ്സിലാകാത്ത ആരെങ്ങളുണ്ടോ? എന്താ ഒരു ഐഡിയ കിട്ടാത്ത ആരെങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉള്ളൂ. അത് നമ്മളുടെ ഫ്രണ്ട് വരാന്തയിലും ഒക്കെ ഉള്ള ലിൻഡലുകളുണ്ട്, അതിന്റെ നിദർശനം മാത്രം. എല്ലാവർക്കും മനസ്സിലായെന്ന അസംഷൻ ഞാൻ മുന്നോട്ട് പോവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്ത, എന്തെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാം വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കണം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഒരു ലിൻഡലും കൂടി ഉണ്ട്. ഏത് ലിൻഡലാണത്? ഫ്രണ്ട് വരാന്തന്റെ ഓപ്പണിങ്ങിന്റെ മുകളിൽ ലിൻഡൽ ഉണ്ട്. അതായത് ഈ രണ്ട് കോളങ്ങൾ, ഈ കോളങ്ങൾ തമ്മിൽ, ഈ കോളമല്ല, പില്ലറുകൾ തമ്മിലുള്ള കണക്ഷൻ 2.4 മീറ്റർ ഹൈറ്റിൽ 50 സെന്റിമീറ്റർ ലിൻഡൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കൂടെ നമ്മൾ ഡിഡക്ട് ചെയ്യണം. കാര്യം അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡിഡക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ സ്ട്രക്ചറിന്റെ ഡിറക്ഷൻ എടുത്തപ്പോൾ ജസ്റ്റ് ഓപ്പണിംഗ് ഡിറക്ഷൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ ആ സൂപ്പർ സ്ട്രക്ചർ ഡിറക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യാം. ആ ചെയ്യാൻ നേരത്ത് എന്താണ് ചെയ്യേണ്ടത്? വരാന്ത ലിൻഡൽസ് എന്ന് എഴുതാം. വരാന്ത ലിൻഡൽ നമ്പർ, ലെങ്ത്, അപ്പം ഫ്രണ്ട് വരാന്ത ആദ്യം എടുക്കാം. ഫ്രണ്ട് വരാന്തയിൽ എന്തൊക്കെ ഉണ്ടാവുക? ടോട്ടൽ ലെങ്ത് എങ്ങനെയായിരിക്കും വരിക? 9.6 മീറ്റർ നമുക്കറിയാം എന്റെ സെൻട്രൽ ലെങ്ത്. അത് പ്ലസ് ഈ പില്ലറിന്റെ ഒക്കെ മുകളിൽ ലിൻഡൽ ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യുകയായിരിക്കും. അപ്പൊ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. 9.6 പ്ലസ് 0.15, രണ്ട് സൈഡിലോട്ടും ഒരു 15 സെന്റിമീറ്റർ, ഒരു സൈഡിലേക്ക് മാത്രം 50 സെന്റിമീറ്റർ, അതായത് ഈ വോളിലേക്ക് മാത്രം 50 സെന്റിമീറ്റർ കിട്ടും. മറ്റേ സൈഡിൽ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ അത് ഈ ഇതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ അറ്റം വരെ സെൻട്രൽ ലെങ്ത് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് 9.75 മീറ്റർ ആണ് കിട്ടുക ലെങ്ത്. 20 സെന്റിമീറ്റർ വാളാണ് ഫ്രണ്ട് വരാന്ത. തിക്നെസ് 15 സെന്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.293 മീറ്റർ ക്യൂബ് വരും. അതേപോലെ സൈഡ് ഈ സൈഡിൽ വരുന്ന ലിൻഡൽ ഓപ്പണിംഗ് എന്താണ് പറയുന്നത്? ലെങ്ത് 2 മീറ്റർ പ്ലസ് 0.15. ഇതിനകത്തോട്ട് ഒരു 15 സെന്റിമീറ്ററോ 10 സെന്റിമീറ്റർ എടുത്തു വിചാരിക്കാം. അത് ചെറിയ വ്യത്യാസമായ വിഷയമില്ല, ഇവരിതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. മെൻഷൻ ചെയ്തിട്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബേസിക് അസംഷൻ എടുത്താൽ മതി. 30 സെന്റിമീറ്റർ വാളിനോട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 15 സെന്റിമീറ്റർ, അതിന്റെ 30 സെന്റിമീറ്റർ വാളിന്റെ പകുതി വരെ ഒക്കെ പറഞ്ഞെടുത്താൽ മതി. ഒരു നമ്പറേ ഉള്ളൂ. അതിന്റെ 2 പ്ലസ് 0.15, 2.15. സെയിം പോലെ തന്നെ 20 സെന്റിമീറ്റർ ആണ് തിക്നെസ്, 15 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.065 ആണ് വരിക. പിന്നെ ഉള്ളത് ബാക്ക് വരാന്തയാണ്. ബാക്ക് വരാന്ത സെയിം പോലെ തന്നെ 1 നമ്പർ ഉണ്ടാവും, 9.6 ആണ് വരിക. ഇതിനകത്ത് ലിൻഡൽ ഇല്ലാത്ത ഭാഗങ്ങൾ എവിടെയൊക്കെ വരിക? ഇവിടെ ലിൻഡൽ ഉണ്ടാവില്ല, കാരണം അവിടെ ഓൾറെഡി വാൾ ഉണ്ടല്ലോ, ഫുൾ സപ്പോർട്ടിൽ വാൾ ഉണ്ടാവും. അവിടെ ലിൻഡൽ കൊടുത്തിട്ടില്ല. ഓപ്പണിങ്ങിന്റെ ഡോറിന്റെ വിൻഡോസിന്റെ മുകളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ലിൻഡൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ടോട്ടൽ വാളിന്റെ ലെങ്ത് ഒക്കെ എടുത്തിട്ട് ഡിഡക്ട് ചെയ്താൽ മതി. ഇവിടെ ഓപ്പണിങ്ങിന്റെ മുകളിൽ മാത്രമേ ലിൻഡൽ പ്ലേസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9.6 മൈനസ് 2.4 വരും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ 2.4, പിന്നെ 0.15 രണ്ട് സൈഡിലോട്ടും കയറ്റി കിട്ടും. അതങ്ങനെ ആഡ് ചെയ്താൽ മതി. അതായത് 9.6 മൈനസ് 2.4, പിന്നെ ഒരു രണ്ട് സൈഡിലും 0.15 വെച്ച് ആഡ് ചെയ്ത് കൊടുക്കും. എന്ത് കിട്ടും? അപ്പോൾ 9.6 മൈനസ് 2.4 7.2 പ്ലസ് 0.3 7.5 മീറ്റർ കിട്ടും. 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ബ്രെഡ്ത്ത് വരിക, 0.15 ആണ് അതിന്റെ ഹൈറ്റ് വരിക. ആൻസർ വരുന്നത്
0.225 മീറ്റർ ക്യൂബ് ആണ് വരിക. അപ്പൊ ഇത്രയാണ് ഡിഡക്ഷൻസ് വരുന്നത്. എന്തൊക്കെ ഡിഡക്ഷൻസ് വരുന്നത്? ഫസ്റ്റ് ഡിഡക്ഷൻ വരുന്നത് ഡോറിന്റെ ഓപ്പണിംഗ്സ് ഡിഡക്ഷൻ, ബ്രിക്ക് വാളിന്റെ ഡിഡക്ഷൻസ് ആണ് പറയുന്നത് കേട്ടോ. ടോട്ടൽ സൂപ്പർ സ്ട്രക്ചർ ബ്രിക്ക് വർക്കിന്റെ 93.98 മീറ്റർ ക്യൂബ് കിട്ടി. അതിനകത്ത് വരുന്ന ഡിഡക്ഷൻസ് വരുന്നത് ഡോർ ഓപ്പണിംഗ്സ് ഡിഡക്ഷൻസ് വരും, പിന്നെ വിൻഡോ ഓപ്പണിംഗ്സ് ഡിഡക്ഷൻ വരും, സെലസ്ട്രി വിൻഡോന്റെ ഓപ്പണിംഗ് വരും, പിന്നെ ഷെൽഫിന്റെ ഓപ്പണിംഗ്, ഫ്രണ്ട് നമ്മൾ അത് സോളിഡ് ആയിട്ടാണ് നമ്മൾ ബ്രിക്ക് വർക്ക് എന്റെ വോളിൽ നമ്മൾ എടുത്തപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് അവിടെ വാൾഡ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഡിറക്ട് ചെയ്യണം. അതേപോലെ തന്നെ ബാക്ക് വരാന്തയിലും ഡിറക്ട് ചെയ്യണം. പിന്നെ ലിൻഡൽസ് എവിടെയൊക്കെ ഡോറിന്റെ മുകളിൽ, വിൻഡോന്റെ മുകളിൽ, ഷെൽഫിന്റെ മുകളിൽ ലിൻഡൽസിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കണം. പിന്നെ ഫ്രണ്ട് വരാന്തയിലും സൈഡ് വരാന്തയിലും ബാക്ക് വരാന്തയിലുള്ള ലിൻഡലും, അതായത് രണ്ട് കോളങ്ങൾ തമ്മിലുള്ള അവിടെ ഓപ്പണിംഗ് ആണല്ലോ, അതിന്റെ മുകളിൽ ലിൻഡൽ എന്തായാലും വേണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബ്രിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ലിൻഡലിന്റെ അതിന്റെ ഡിറക്ഷൻ, എല്ലാത്തിനും ടോട്ടൽ ഡിറക്ഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിറക്ഷൻ വരുന്നത് 2.1 plus 2 plus 1.8 ബാക്കി എല്ലാത്തിനും സം ചെയ്താൽ മതി. 4.95 plus 0.9 plus 0.36 plus 2.43 plus 1.5 plus 4.03 plus 3.26 plus 0.34 plus 0.18 plus 0.03 plus 0.64 plus 0.103 plus 0.057 plus 0.293. ഇതിന്റെ കൂടെ എന്താ പറയുക, വരാന്ത ലിൻഡൽസിന്റെ 0.293 plus 0.065 plus 0.225. ടോട്ടൽ ഡിറക്ഷൻ വരുന്നത് എത്രയാണ് വരിക? 25.5556 മീറ്റർ ക്യൂബ് വരും ടോട്ടൽ ഡിറക്ഷന്റെ വാല്യൂ. മനസ്സിലായി? ഇത്രയാണ് ഡിറക്ഷന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇത്രയും ഡിഡക്ഷൻസ് വരുന്നുണ്ട് നമ്മളുടെ. അപ്പൊ ടോട്ടൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ വോളിയം, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് സൂപ്പർ സ്ട്രക്ചറുള്ള സൂപ്പർ സ്ട്രക്ചർ എന്താണ് വരിക? നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ എത്രയാണ്? 93.98 മൈനസ് ഇതിന്റെ ഡിഡക്ഷൻ എത്രയാണ്? 25.56. എന്താണ് വാല്യൂ വരിക? 93.98 മൈനസ് 25.56, 68.42 മീറ്റർ ക്യൂബ് വരും അല്ലെ? ഇതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിലെ നെറ്റ് വോളിയം, 68.42 മീറ്റർ ക്യൂബ് വരും ആൻസർ. ഈ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് നേരത്തെ നമ്മൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ കിട്ടിയെന്ന് പരിശോധിച്ച് നോക്കിയേ. ചെറിയ വ്യത്യാസം ഉണ്ടാവും കാൽക്കുലേഷന്റെ, സ്റ്റിൽ അറൌണ്ട് സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്. ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് ഓർമ്മയില്ലേ? നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതാണ്ട് സെയിം വാല്യൂ കിട്ടുമായിരിക്കും എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ഇപ്പൊ കിട്ടിയത് 68 ആണ്. നമുക്ക് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ 66.7 ആണ് കിട്ടിയത് സൂപ്പർ സ്ട്രക്ചറിലെ. ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് നമ്മൾ ചിലപ്പം നേരത്തെ നമ്മൾ വരാന്ത ലിൻഡലിന്റെ എന്തെങ്കിലും ലിൻഡലിന്റെ കാൽക്കുലേഷൻ്റെ ഒക്കെ വ്യത്യാസം വന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തപ്പം നേരത്തെ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ എടുത്തത് എന്താണ്? നമ്മൾ ആ ഫ്രണ്ട് വരാന്തൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡിഡക്ഷൻ 19.15 ഇവിടെ നമ്മുടെ ഡിഡക്ഷൻ 25.5 വന്നത്. കാര്യം ഇവിടെ നമ്മൾ ഡിഡക്ഷൻ കൂടുതലായിരിക്കും, കാര്യം നമ്മൾ ഫ്രണ്ട് വരാന്തയും ബാക്ക് വരാന്തയും ഒക്കെ ഫുൾ സോളിഡ് ആകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് സെൻട്രൽ ലൈൻ മെത്തേഡ്. ഇതാണ് കുറച്ചും കൂടി സിമ്പിൾ മെത്തേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരേ പോലത്തെ ഐഡന്റിക്കൽ ആയിട്ടുള്ള റൂംസും വാൾസും അതിന്റെ താഴെയുള്ള ഫൗണ്ടേഷൻ ഒക്കെ വരുമ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതോടുകൂടി സെൻട്രൽ ലൈൻ മെത്തേഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഈ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലായുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, എനിക്ക് പറഞ്ഞാൽ. റിനിൽ ഉണ്ടോ? റിനിൽ
റിനിൽ ലെഫ്റ്റ് അടിച്ചല്ലേ? റിനിലുണ്ടോ? ആരെങ്കിലും പറയും, എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. വേണമെങ്കിൽ ഒരു ക്ലാസ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ആദിത്യ മനസ്സിലായോ? ആ സാർ, കുഴപ്പമില്ല. സെൻട്രൽ മെത്തേഡ് മനസ്സിലായില്ല? എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള. പിന്നെ മനസ്സിലായി. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു യുക്തിക്കനുസരിച്ച് എങ്ങനെ ഡിറക്ഷൻസ് ഒക്കെ മാറ്റുക. ജംഗ്ഷൻസ് ഒക്കെ വരും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെ വാൾസ് എങ്ങനെയൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ നെയിം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് ഫൗണ്ടേഷൻസ്, രണ്ട് ഹൈറ്റ് വരുമ്പോഴൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ ചില അവസരങ്ങളിൽ നമ്മളുടെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ പോർച്ചൊക്കെ ഒരു സർക്കുലർ പോർച്ച്, ഐ മീൻ സെമി സർക്കുലർ പോർച്ചൊക്കെ വരും. അതായത് സ്ട്രെയിറ്റ് വാൾസിന് പകരം സർക്കുലർ ആർച്ചോ അങ്ങനെ സർക്കുലർ ഷേപ്പിലൊക്കെ ആയിരിക്കും ബീം വരിക, വാൾസ് ഒക്കെ പണിയുക. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസരങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള വലിയ മാറ്റമൊന്നുമില്ല. ജസ്റ്റ് എന്താണോ ആ സെമി സർക്കിളോ അല്ലെങ്കിൽ എന്താണ് ആ ഫിഗർ, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. അത്രയും മാറ്റം മാത്രമേ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരാം പോർച്ചിൽ, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു പോർച്ചോ കാർ പോർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പൊ അങ്ങനത്തെ അവസരങ്ങൾ ജസ്റ്റ് അതിന്റെ ആ ലെങ്ത് കണ്ടുപിടിക്കാം. വാൾ ഉണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ മാറ്റം. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പ് ആയിരിക്കും, അതിനകത്ത് ഓരോ യുക്തി യൂസ് ചെയ്യുക. അതാണ് ബേസിക് ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടത് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് BN ദത്ത എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട്. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക്. അതൊക്കെ റെഫർ ചെയ്താൽ കുറച്ചും കൂടി ക്വസ്റ്റൻസ് കിട്ടും, വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസ് കിട്ടും. നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിനൊക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതിലൊന്ന് സ്പെഷ്യലൈസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ, ഇതിന്റെ MTech കോഴ്സ് ഉണ്ടോന്ന് അറിയില്ല, ഇത് സ്പെഷ്യലൈസ് ചെയ്യാൻ തോന്നുകയാണെങ്കിലുള്ള പലതരത്തിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ആ ബുക്കിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കോ മെയിൽ അയക്കോ ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ്സും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു പോവാം. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ചെയ്ത് നോക്കാൻ തുടങ്ങാം. ഉടനെ ഞാൻ ഡേറ്റ് പറയുന്നതായിരിക്കും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഡേറ്റ് പറയുന്നത്, അതിന് ടൈം കിട്ടില്ല എന്ന് പറയരുത്. ഇപ്പോഴേ ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങളുടെ ഫീസ് ഒക്കെ കഴിഞ്ഞാലേ, അപ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ താങ്ക് യു. സാർ ഇതിപ്പോ എത്രയാ മൊഡ്യൂൾ ആയത്? എന്താണ്?